ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് യുക്സുമിലാട്ടോ, നമ്മുടെ സിക്കിമിൻ്റെ പഴയ തലസ്ഥാനത്തിലാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണേഷൻ ത്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടത്തെ ഒരു രാജാവിൻ്റെ കിരീടധാരണമൊക്കെ നടന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ബുദ്ധിസ്റ്റൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ്. പിൽഗ്രിമേജസ് ഒക്കെ കുറേ ആൾക്കാർ വരുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള പഴയ ആ ഫസ്റ്റത്തെ മൊണാസ്ട്രി, അതുപോലെ ഈ ഒരു പ്ലേസൊക്കെ കുറേ ബുദ്ധിസ്റ്റുകൾ വരുന്നതാണ്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോസ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് യുക്സത്തിലെ പഴയ സിക്കിമിൻ്റെ പാട്ടിലേക്കാട്ടോ. ഇവിടെയാണ് സിക്കിമിൻ്റെ തുടക്കം എന്ന് പറയാം. സിക്കിം ഉണ്ടാക്കിയത് തന്നെ ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ആയിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യപ്പെട്ടൊരു സംഭവം കേട്ടോ സിക്കിം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവരെ പഴയ കുറച്ച് സ്തൂപങ്ങൾ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. ഇത് ആർക്കിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിലുള്ളൊരു സ്ഥലം കേട്ടോ, കൊറോണേഷൻ ത്രോൺ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. കുറേ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അതിനെ പറ്റിയൊരു ചെറിയ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. 1641 ഉണ്ടായ ഒരു സെറിമണിയാണ്. ഇവിടെയും നമുക്ക് ആളെ കിട്ടിയേട്ടാ. എപ്പോട്ടെ പോയാലും പട്ടികളുണ്ടാവും. അത് അങ്ങനെയാണ്, എനിക്കറിയില്ല. നമ്മൾ ഭയങ്കര പട്ടി സ്നേഹി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എവിടെ പോയാലും നമുക്ക് പട്ടീനെ കിട്ടും. എന്താണ് എന്നോട് നേപ്പാളിൽ സംസാരിക്കേണ്ടി വരുമോ? ഇവിടെ വളരെ പഴയ കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ മൊണാസ്ട്രീൻ്റെ പാട്ടാണ്. വളരെ പഴയ പ്രൈം ഹിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലോസ്ഡ് ആണ് കേട്ടോ എല്ലാം. അകത്ത് കയറാനുള്ളൊരു പ്രൊവിഷൻ നമുക്കില്ല, ബട്ട് പുറത്തുനിന്ന് കാണാം കേട്ടോ. ഇവിടെ ഒരു മൊണാസ്ട്രി കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം വളരെ പഴയ ബിൽഡിംഗ് ആണ്. ഇതിനകത്തൊരു പ്രയർ വീലുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പ്രയർ വീലാണ്. അടിപൊളി. പിന്നെ ഉള്ളത് ഇവിടെ ഒരു സ്തൂപമുണ്ട്. വളരെ വലിയൊരു സ്തൂപം കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്തൂപം കാണാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഈ കാണുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കിരീടധാരണം നടന്നത്. ഈ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയൊരു സ്തൂപം പോലെ സെറ്റപ്പ് ഉണ്ടോ, അതും ഇതുപോലെ ബാക്കിലൊരു പൈൻ മരം കാണാം നിങ്ങൾക്ക്, ഒരു പടുകൂറ്റൻ മരം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചോക്കിയാൽ രാജാവായിട്ടുള്ള ഫുൻഗോസ് നംഗ്യാൽ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു കിരീടധാരണം നടത്തി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മരം കണ്ടോ നിങ്ങൾ, മരത്തിൻ്റെ തടിയൊക്കെ കണ്ടോ, അത്യാവശ്യം വലിയൊരു മരമാണ്. സിക്കിമിലെ എല്ലാ ദേശത്തു നിന്നും കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി എല്ലാ സ്ഥലത്തു നിന്നുമുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ലൊക്കേഷൻ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതുപോലെ കിരീടധാരണം നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ലാമൊക്കെ കുറേ എന്താ പറയുക സ്വർണ്ണങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നും ഇങ്ങനെ കുറേ നിധികളൊക്കെ ഈ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വിശ്വാസം കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിവിടെ ഒരു 4 ഇരിപ്പിടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒന്ന്, സെൻറ്ററിൽ രാജാവിൻ്റെ ആണ്, പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് 2 എണ്ണം കാണാൻ പറ്റും. ടോട്ടൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിരീടധാരണം നടന്ന സമയത്ത് അവരുടെ ഇരിപ്പിടങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പുറകിലുള്ളൊരു പൈൻമരം, പടുകൂറ്റൻ പൈൻമരം ഉണ്ട്. അതും ഈ കിരീടധാരണമായിട്ട് ഭയങ്കരമായി റിലേറ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്.
ടോട്ടൽ 21 ദിവസം ഇവിടുത്തെ ജനങ്ങളൊക്കെ കൂടിയിട്ട് കിരീടധാരണം നടന്ന സമയത്ത് ഇവിടെ കുറേ നിധിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ, ലാമൊക്കെ സമർപ്പിച്ചത്. ഒരു നല്ലൊരു വൈബാട്ടാ ഇവിടെ വൈകുന്നേരങ്ങളിലൊന്നും നടക്കാനും. വൈകുന്നേരമൊന്നുമില്ല, ഇപ്പം സമയത്താ ഉച്ചക്ക് 1 മണിയാണ്. പക്ഷേ എന്ത് രസമാണെന്ന് നോക്കിയേ, അടിപൊളി സമാധാനപരമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ ശരിക്കും എന്താ പറയുക നമ്മുടെ സിക്കിമിൻ്റെ തലസ്ഥാന നഗരി. വലിയൊരു ടൗൺ ഏരിയയുള്ള സ്വപ്നം കണ്ട് ഞാൻ വിചാരിച്ചു അത്യാവശ്യം വലുതാണ് കേട്ടോ. ഗാങ്ടോക്ക് ഇപ്പം ഗാങ്ടോക്കാണല്ലോ വലുത്. ഗാങ്ടോക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ വളരെ എന്താ പറയുക ചെറിയ ഗ്രാമമാണ്, വളരെ ചെറിയ ഗ്രാമം. അടിപൊളി. സിക്കിമിൽ കയറിയിട്ടുണ്ടല്ലോ, സിക്കിമിൽ ഒരു സ്ഥലം പോലെ നമ്മളെ എന്താ പറയുക വെറുപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. ഭയങ്കര രസമാണ്. ഒരു ഗ്രാമം, അത് കഴിഞ്ഞാൽ ഒരു കാട് വരും, അത് കഴിഞ്ഞാൽ വല്ലൊരു മല വരും, അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമം. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയുക പൊല്യൂഷന് കാര്യമൊന്നുമില്ല. എപ്പോൾ നമ്മളെ മൈൻഡും ഭയങ്കര ഒരു ഫ്രഷായിരിക്കുന്ന നമുക്കൊരു ഫീലിങ് കേട്ടോ. ഇപ്പം നട്ടുച്ച ആയാലും നമുക്ക് ഉച്ചയായത് പോലും തോന്നുന്നില്ല. രാവിലെ ഒരു 9-9:30 ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഉച്ചക്ക് 1 മണിയായി ഇപ്പം. നല്ല അടിപൊളി സ്ഥലം. പിന്നെ എല്ലായിടത്തും വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്ത് ആയിക്കഴിഞ്ഞാലും വളരെ നീറ്റാണ്. ഒരു പ്ലാസ്റ്റിക്കോ വേസ്റ്റോ കാര്യമോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹെലിപ്പാഡിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയതിന് അയാൾ വന്ന് ചോദിച്ചു. ആൾ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ നിങ്ങളത് വൃത്തികേടാക്കില്ല നമുക്കറിയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാ പോയെ. യു എൻജോയ് കണ്ടിന്യൂ എന്നും പറഞ്ഞിട്ട് പോയിട്ടോ. അത്രയും നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ശരിക്കും കേരളത്തിൽ വന്നാലറിയാം കേരളത്തിൻ്റെ അവസ്ഥ. നല്ല ഒരു റോഡ് പോലും ഇല്ല ഇപ്പം. ഇവിടെയുള്ള പൈമരത്തിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ എന്താണിത്, എൻ്റെ പൊന്നു. വീതി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ മരമാണ്. അതിൻ്റെ താഴെയാണ് ഈ സംഭവങ്ങളുള്ളത് കേട്ടോ, സ്തൂപ കാര്യങ്ങളൊക്കെ ഉള്ളത്. അടിപൊളി സ്ഥലമാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താഴെ നമുക്ക് ചെറിയൊരു സെറ്റപ്പും കൂടി ഉണ്ട്, ഒരു കൊമ്പ കൂടി ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അതും കൂടെ നോക്കാം. കുറേ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന. നല്ല അടിപൊളിയാണ്. ഒരുത്തന്നെ ഏതെല്ലാം കായെടുത്ത് കടിക്കുന്നുണ്ട്. ആ കായാണ് ഈ കായ എല്ലാം പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലുണ്ടാ, നല്ല രസമുണ്ട് കാണാൻ. ചീര പോലെയുണ്ട് കാണാൻ കേട്ടോ. ഇവിടുത്തെ ഇവരെ മേൽക്കൂര ഉണ്ടോ, ഇവർ ഈ മറ്റേ നമ്മളെ മുളയില്ലേ, മുള അടിച്ചിട്ട് പരത്തിയിട്ട് നമ്മൾ ഓല മെയ്യുന്ന പോലെ ഇവർ മുളേനെ കൊണ്ടാണ് കേട്ടോ മെയ്യുക. നല്ല രസമാണ് കാണാൻ. ഇവിടെ മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊണാസ്ട്രിക്ക് മുട്ടിയിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ഇത് കാണാൻ പറ്റും, സ്റ്റാച്ചു കാണാൻ പറ്റും കേട്ടോ. അതായത് അയൺ മാൻ ഓഫ് ടിബറ്റ് എന്നറിയപ്പെടുന്ന താങ് തോങ് ഗ്യാൽപോ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റും. 14th 15th സെഞ്ച്വറിയിലൊക്കെ ജീവിച്ച ആളാണ് കേട്ടോ. ആൾ ഒരു എന്താ പറയുക ടിബറ്റൻ സന്യാസിയായിരുന്നു, ആർക്കിടെക്റ്റായിരുന്നു, ഫിസിഷ്യനായിരുന്നു, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇവിടുത്തെ എന്താ പറയുക കുറേ ബിൽഡിങ്സ് കാര്യങ്ങൾ, സസ്പെൻഷൻ ബ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഐഡിയ ആണ് എല്ലാം വർക്കൗട്ടായത്. ടോട്ടൽ 58 അയൺ ബ്രിഡ്ജസ് ആൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ടിബറ്റിൽ, ഓൾ അറൗണ്ട് ടിബറ്റ്. അപ്പോൾ ഇതാ പയ്യെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയൊരു മൊണാസ്ട്രി ഉണ്ടല്ലോ, അതിനകത്ത് ആ കോമ്പൗണ്ടിൻ്റെ അകത്തന്നെ ഒരു ചെറിയ മൊണാസ്ട്രി ഉണ്ട്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവിടെ എന്തോ മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇതാണ് ഇവിടെ കാണാനുള്ള രണ്ടാമത്തെ പ്ലേസ് കേട്ടോ. യോക്സോമിൽ വന്ന് കണ്ടോ, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് റിലാക്സ് ആവാൻ പറ്റിയൊരു പ്ലേസാണ്. വെറുതെ ഇങ്ങനെ നടക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഫുള്ള് ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക്സ് കാര്യങ്ങൾ അവരുടെ ഏരിയ ആണ്. നല്ല എന്താ പറയുക, എല്ലാവരും ഭയങ്കര സഹകരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. യെസ്, ഇതാ എവിടെ പോയാലും പട്ടികളുണ്ടാകും കേട്ടോ കൂടെ. അതാണ് നമ്മളൊരു ഗുണം. എന്താ അടുത്ത ആൾ പോയി. എവിടെ പോയാലും നമുക്ക് പട്ടികളെ കിട്ടുന്ന പറയട്ടെ. എന്താ ഇവിടെ കിട്ടിയ പട്ടി കേട്ടോ. ഹായ്, കുട്ടികൾ പോകുന്നു. പട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്താണ് അങ്ങനെ നമ്മൾ യുക്സമെന്ന് ജസ്റ്റ് ഇങ്ങനെ പോവാട്ടോ. യുക്സമെന്ന് അടുത്ത സ്ഥലം പഠിക്കുകയാണ് വെലിങ്ങിലേക്കാണ് പോകുന്നത്. നല്ല നീങ്ങാട്ടോ. നോക്കാം എന്താ കാണാനില്ലേത്. വഴികളെല്ലാം ഇങ്ങനെ ഇടുങ്ങിയതാട്ടോ. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മറ്റേതാന്ന് പറഞ്ഞ പോലെയാണ്. ലാസ്റ്റ് നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ള ഒരു പ്രത്യേകത. സിക്കിമിലെ ഗ്രാമങ്ങളിൽ ഇതുപോലെയാണ് കേട്ടോ. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ചെറിയ സ്കൂള്, കുറച്ച് മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനോട് അനുബന്ധിച്ചിട്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. വലിയ വലിയ ടൗൺ എന്ന് പറയാനുള്ളത് ആകെ നമുക്ക് ഗാങ്ടോക്ക് പോലെയുള്ള സ്ഥലങ്ങളുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് അധികം ആൾക്കാരൊന്നുമില്ല, ശല്യങ്ങളൊന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ അരിച്ചു പെറുക്കി കാണാൻ പറ്റും. അത്ര അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ നമ്മളിത് എൻട്രി പോയിന്റിലെത്തി കേട്ടോ. ഇവിടെ താങ്ക്സിൻ്റെ ബോർഡാണ്. നമ്മൾ നേരെ ഇവിടുന്ന് വിടുകയാണ് അടുത്ത ലൊക്കേഷനിൽ. യെസ്, അണ്ണനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൊക്സത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. പെലിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ കിട്ടിയൊരു പാലം കേട്ടോ. അടിപൊളിയൊരു പാലം, നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഇതൊരു തൂക്കുപാലത്തിൻ്റെ പഴയ തൂണൊക്കെ ഇവിടെ കാണാൻ പറ്റും. തൂക്കുപാലൊന്നും ഇപ്പോൾ ഇല്ല, പക്ഷേ ഈ പാലത്തുനിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടോ, നല്ല രസമാട്ടോ. നല്ല ഫ്ലാഗുകളും ഒന്നും പറയണ്ട, നല്ല രസം. ഇത് നമ്മൾ പേലിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് കിട്ടിയൊരു വാട്ടർഫാൾ കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ല കാണാൻ ഭംഗിയുള്ളൊരു വാട്ടർഫാളായിരുന്നു. അത്യാവശ്യം വെള്ളമുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. മഴക്കാലത്ത് നോർത്ത് ഈസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ വാട്ടർഫാൾസ് കാണാൻ പറ്റും കേട്ടോ. അതൊരു അഡ്വാൻറ്റേജാണ്. നമ്മൾ സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാൻ. അതായത് വെള്ളമൊക്കെ കുറച്ച് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ മേഘാലയ സൈഡൊക്കെ ആണെങ്കിൽ നല്ല ബ്ലൂ കളറിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റിയ രീതിയിലുള്ള വെള്ളമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് കലക്കവെള്ളമൊക്കെ ആയിരിക്കും മഴ പെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറേ അധികം വാട്ടർഫാൾസ് കാണാൻ പറ്റും. എന്തായാലും
വരേണ്ട ഒരു സംഭവം കേട്ടോ. അടിപൊളി വാട്ടർഫാള്, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല വെള്ളമുണ്ട് കേട്ടോ. മഴക്കാലത്ത് വരണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കാണ്, ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ള വ്യൂ എല്ലാം കിട്ടണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായതാട്ടാ. ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല, എന്താണെന്നറിയില്ല. ബട്ട് നൈസ് കേട്ടോ, ഒന്നും പറയാനില്ല. കിടില്. ഇത് ചെറിയ വാട്ടർഫോളാണ്, അപ്പുറത്താണ് മെയിൻ കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. പറഞ്ഞോ. മതി, ചോറൊന്നല്ല. നമ്മളൊരു ചായ പിടിക്കാൻ സൈഡാക്കി കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഓൺ ദ വേ ഒരു ഹോട്ടലിൽ. വേണ്ട, മറ്റേ പറഞ്ഞോ. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് പെലിങ്ങിലേക്കുള്ള യാത്ര തുടർന്നു കേട്ടോ. പോകുന്ന വഴിയെല്ലാം അത്യാവശ്യം ഇതുപോലെയാണ് അവസ്ഥ. വലിയ നല്ല റോഡൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഹിൽ സ്റ്റേഷൻസ് ആണ്. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും റോഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം പൊളിഞ്ഞതാണ്, പിന്നെ ചെറിയ നാരോ റോഡായിരിക്കും. എങ്ങനെയെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പോകുന്ന വഴിയിൽ നമുക്ക് സ്റ്റേ അടിക്കാനും സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്തായാലും പെലിങ്ങിൽ കേട്ടോ. അതുവരെ നമ്മൾ എന്തായാലും രാത്രിയായാലും ജസ്റ്റ് ഓടാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മളിതാ പെലിങ് എത്തിയിട്ടുണ്ട്. പെലിങ്ങിൽ നിന്ന് മെല്ലെ നമ്മൾ ഹെലിപ്പാഡിലേക്ക് പോകട്ടോ. ഇവിടെയും ഹെലിപ്പാഡ് ഉണ്ട്. അപ്പോൾ ഹെലിപ്പാഡിലാണ് നമ്മളെ സ്റ്റേ. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുക്സം പോലെയല്ല കേട്ടോ, കുറച്ചും കൂടി ആൾക്കാരൊക്കെ വരുന്നൊരു ഏരിയ എന്ന് തോന്നുന്നു പെലിങ്. അത്യാവശ്യം സ്റ്റേ കാര്യങ്ങൾ, ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നാളെ രാവിലെ മുതൽ ഓരോ ഭാഗങ്ങളായിട്ട് പോവാട്ടോ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ, സ്കൈ വാക്ക്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഏരിയ അരിച്ച് പെറുക്കാം. അപ്പോൾ ബാക്കി നമ്മുടെ പെലിങ്ങിലെ വിശേഷങ്ങളെല്ലാം ആയിട്ട് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. നമ്മൾ എവിടെ പോകണമെന്നില്ലൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നാളെ രാവിലെ അത് നോക്കിയിട്ട് അടുത്തുള്ള സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ട് അതിന് കണക്കായിട്ട് വേണം അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.